ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിലല്ല കേട്ടോ, പകരം ഉപ്പേരിയിൽ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ അതേ ക്യാരറ്റ് അതുപോലെ നമ്മുടെ എന്താ പറയുക ക്യാബേജ് വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതുന്നത്. ഇത് ആക്ച്വലി ക്യാബേജ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഏതോ ഒരു കാലത്ത് കൊണ്ടുവന്ന് വെച്ചത്, ഏതോ ഒരു കാലത്ത് വെച്ചാൽ കുറച്ച് മുന്നേ കൊണ്ടുവന്ന് വെച്ചതാണ്. അതൊരു ചെറിയ കഷ്ണമായിരുന്നു എടുത്തതിൻ്റെ ബാക്കി ഒരു കുഞ്ഞ് പീസ്, അത് അങ്ങനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ലാസ്റ്റ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴേ എനിക്ക് തോന്നി ക്യാരറ്റ് എടുത്തിട്ട് ക്യാബേജ് എടുത്തിട്ട് ആഡ് ചെയ്യുക, കാരണം എല്ലാം എന്നുണ്ടെങ്കിൽ അത് ചുക്കി ചുളിഞ്ഞ് നമ്മളത് വലിച്ചെറിയുള്ളൂ എന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഞാനെടുത്ത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയതാണേ. പിന്നെ നേരെ തേങ്ങ ചിരകാൻ പോയി കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചിരകണത് കണ്ടാൽ തന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. തേങ്ങ ചിരകുന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ തേങ്ങ ചിരകുന്നുണ്ടെങ്കിൽ അത് നല്ല തള്ളിന് വേണ്ടിയിട്ടാണ് ഗൈസ്, വേറൊന്നുമല്ല. പുട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നർത്ഥം. പുട്ട് ഒരു സംഭവമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആദ്യകാലങ്ങളിൽ, അതായത് എൻ്റെ കുട്ടിക്കാലങ്ങളിൽ എനിക്ക് ഈ പുട്ട് എന്ന് പറഞ്ഞ സാധനം തീരെ ഇഷ്ടമല്ലായിരുന്നേ, ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം. ഇപ്പോൾ എൻ്റെ ജീവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ പുട്ട് എന്ന് പറയുന്നത്. എന്ത് സംഭവമാണ് പുട്ട് എന്നറിയോ, പാവാണ് പുട്ട്. അങ്ങനെ ഇന്നും ഞാൻ പതിവ് പോലെ രണ്ടടുപ്പും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിലേ നമ്മളെ പണികളൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് കേട്ടോ. അതിലൊന്നാണിത്. വേറൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. ജസ്റ്റ് നമ്മൾ പുട്ടുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം കൊണ്ടുപോയിട്ട് തിളപ്പിക്കുക. പുട്ടും പാനി അങ്ങനെ കേട്ടോ ഞങ്ങൾ പറയുക. അത് നമ്മൾ ഗ്യാസുമ്മേലോ അടുപ്പത്ത് എവിടാച്ച വെക്കുക. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേന് ആ സമയം കൊണ്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി കുഴച്ചതിൻ്റെ ശേഷമാണ് വെള്ളം ചൂടാക്കാൻ വെക്കുന്നത് വെച്ചാൽ അത്രയും ടൈം അവിടെ പോവില്ല. അപ്പോൾ ആദ്യം വെള്ളം വെച്ചിട്ട് പൊടി കുഴക്കാതിരിക്കുമ്പോൾ പൊടി കുഴച്ച് സെറ്റ് ആകുമ്പോഴത്തേന് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടാകും. പിന്നെ വേഗം പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ നേരത്തെ ഞാൻ തേങ്ങ ചിരകിച്ചുകൊണ്ട് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ തള്ളൽ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുട്ടുണ്ടാക്കുന്ന സമയങ്ങളിൽ കൂടുതലും ഞാൻ 2 തരം പുട്ടുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒന്ന് അരിപ്പുട്ട്, ഒന്ന് ഗോതമ്പ് പുട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ അരി ഭക്ഷണങ്ങൾ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കുന്നതിൽ നിന്നൊരു ചേഞ്ച് വരുത്താമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് എനിക്ക് മാത്രമല്ല, വീട്ടിൽ മൊത്തത്തിലൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 കഷ്ണം പുട്ടാണ് വേണ്ടത് വെച്ചാൽ 2 കഷ്ണം ഗോതമ്പ് പുട്ടും 2 കഷ്ണം അരിപ്പുട്ടും ആക്കും. പിന്നെ മക്കൾക്ക് ഗോതമ്പ് പുട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഞാൻ അരിപ്പുട്ടിൻ്റെ കൂടെ ജസ്റ്റ് അവർ കാണാണ്ട് ആഡ് ചെയ്തിട്ട് അത് അവർക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാറ്. അവർക്ക് ഞാൻ വാരി കൊടുക്കുന്ന സമയങ്ങളിൽ ഞാനങ്ങ് വായക്ക് വെച്ച് കൊടുക്കാറാണ് കേട്ടോ പതിവ്. കാരണം മക്കളും ശീലിക്കട്ടെ, നമ്മൾ ഈ അരി ഭക്ഷണം മാത്രമല്ല കഴിക്കേണ്ടത് എന്നുള്ളത് അവരും അറിയട്ടെ. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 3 നേരവും അരി ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതിയായതും അതുപോലെ അതിൽ നിന്നൊരു ചെറിയ ചേഞ്ച് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. പിന്നെ ഈ അടുക്കളയിൽ പണിയെടുക്കണം നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക അല്ലേ. അങ്ങനെ ഒടുവിൽ പുട്ട് ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വീണ്ടും നമ്മുടെ ഉപ്പേരിപ്പണിക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഉപ്പേരിയല്ല, ക്യാരറ്റും ക്യാബേജൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് വെച്ചു. ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം. പുട്ട് എപ്പോഴും ചൂടോട് കഴിക്കാനാട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിതേ ഈ പാത്രത്തിലാണ് പുട്ടുണ്ടാക്കിയാൽ കൂടുതലും ഇട്ട് വെക്കുക കേട്ടോ. ചിലപ്പോൾ എടുക്കാനുള്ള മടി കൊണ്ട് നോർമൽ പ്ലേറ്റിൽ ഇട്ട് വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചൂടൊക്കെ അങ്ങ് പോയിട്ടുണ്ടാകും. പക്ഷേ ഈ പാത്രം ആകുമ്പോൾ സുഖമാണ്, ചൂട് അങ്ങനെ നിൽക്കും. അങ്ങനെ ഒടുവിൽ നമ്മുടെ പുട്ടുമായി ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളും റെഡിയായി. ഇനി നമുക്ക് ഉപ്പേരിക്ക് വറവിടാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. വറ്റൽമുളക് ഞാൻ അങ്ങനെ എടുക്കാറില്ല, കാരണം മക്കൾക്ക് കഴിക്കാൻ പറ്റില്ല. അവർക്കൊരു ചെറിയ എരിവ് തട്ടിയാൽ തന്നെ അമ്മയെ എരിയണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ അവർക്കുള്ള ഫുഡിൽ അവർ ഇപ്പോൾ നമ്മളെ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവർക്ക് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കാൻ നോക്കാറുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വാർക്കാൻ വേണ്ടി വെച്ചേ. ആ അടുപ്പിൽ തന്നെ ഞാൻ നേരെ ഉപ്പേരികളെ പരിപാടിയും തുടങ്ങി കേട്ടോ. അപ്പോൾ അടുപ്പ് നന്നായിട്ട് കത്തുന്ന അടുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് പടയിച്ചിട്ട് പണികൾ അങ്ങോട്ട് തീരും. അപ്പോഴേക്കും ഞാൻ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഈ മത്തിയുടെ തല എൻ്റെ കെട്ടിയവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ മത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പറയും, ഏട്ടുണ്ടെങ്കിൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മത്തി തല എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ എടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല, കഴിക്കും അത്രയേ ഉള്ളൂ. എനിക്കിഷ്ടം അയിലത്തല കേട്ടോ. അയിലത്തല എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ അതേ നേരെ നമ്മൾ അകത്തത്തെ പണികളൊന്നും ഒതുങ്ങിയതിൻ്റെ ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ മെയിൻ കാരണം അതെ ഈ മുതലാണ്. ഇവനൊന്ന് പുറം ലോകം കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഇറങ്ങുമ്പോഴേ ഇവരും ഇറങ്ങാറുള്ളൂ. ഞാൻ ഇറങ്ങുന്നത് മെയിനായിട്ട് എന്തെങ്കിലും പണിക്കാവും. അപ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവന് ഞാൻ അകത്തിട്ടിട്ടാവും, അച്ഛനും അമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തിട്ടാവും ഞാനും എല്ലാ പണിക്ക് നിൽക്കുക. അപ്പോൾ ഇവന് അങ്ങനെ പുറം ലോകം കാണാറില്ല. പുറത്തേക്കുള്ള കളി വളരെ കുറവാണെന്ന് അർത്ഥം. അങ്ങനെ അതേ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ മുറ്റടിക്കുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അജുമോനാവട്ടെ അൻവി ആവട്ടെ രണ്ടുപേരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് നേരം ഈ തോട്ടത്തിലും പറമ്പിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടന്നു.
അപ്പോൾ പുളി വീണ് എടുക്കുന്ന കണ്ടപ്പോൾ മോനെ പുളി എടുത്തുകൊണ്ട് പോയിട്ട് അച്ചമ്മയ്ക്ക് കൊടുക്കടാന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന ആൾ പുളിയൊക്കെ പെറുക്കി കൊണ്ടുപോയി കൊടുത്തിട്ടാ. അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് മുതിരക്കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. പുട്ടിൽക്ക് മുതിര കേട്ടോ. അങ്ങനെ പുട്ടും മുതിരയും കൂടെ കഴിച്ചു. അൻവി മോൻക്കും കൊടുത്തു. അൻവിക്ക് പുട്ട് നല്ല ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ആശാന് ഭക്ഷണം കഴിപ്പിക്കലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ അത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മരമാണ് ഈ മരം കേട്ടോ, ഓർക്കാപ്പുളി മരം. ഇതിന്മേൽ നിന്ന് ഇങ്ങനെ കളിക്കും, കയറിയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും പറയാൻ നിൽക്കില്ല, കാരണം അവൻ കളിക്കട്ടെ എന്ന് കരുതും. അപ്പോൾ അതേ ഞാനെൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കുറച്ച് പഴയ വീഡിയോസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.